എല്ലാവിധ വർഗീയ പിന്തിരിപ്പൻ പ്രതിരോധ ശക്തികളും ഇടതുപക്ഷത്തിനെതിരെ ഒന്നിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വിരോധം കൂടുതൽ വിസിബിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മൾ ജാഗ്രത പുലർത്തുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതല്ലാതെ തന്നെ ഈ പോരുകൾ നടക്കുന്നതിനിടയിലും കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് തിരിഞ്ഞാണ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വഴക്ക് ഈ അടുത്ത നൂറ്റാണ്ടിൽ പോലും തീരുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. CPM-നെയും LDF-നെയും മുഖ്യമന്ത്രിയെയും LDF സർക്കാരിലെ മറ്റു മന്ത്രിമാരെയും ഒക്കെ ആരോപണങ്ങൾ കൊണ്ട് മൂടുമ്പോഴും കോൺഗ്രസിനുള്ളിലെ വഴക്ക് തീർക്കാൻ ഇവർക്ക് എവിടുന്നാണ് സമയം ലഭിക്കുന്നത്? പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പുതിയൊരു പൊട്ടലും ചിറ്റലുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് PS വിപിൻ ഇതിനോടനുബന്ധിച്ച് രാജിവെക്കുകയും ചെയ്തു. ഇത് UDF-നെ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാണ് ആക്കിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭാ കൗൺസിലർ കൂടിയായിരുന്നു വിപിൻ. ഷാഫി പറമ്പിൽ MP-യുടെ നോമിനിയാണെങ്കിലും പിന്നീട് വിപിൻ KC വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് മാറുകയാണ് ചെയ്തത്. തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അവഗണനയും അധിക്ഷേപവും വിപിനെതിരെ ഉണ്ടായി വരികയായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് വിപിൻ രാജിവെക്കാനുണ്ടായ സാഹചര്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം നയിക്കുന്ന യങ് ഇന്ത്യ ലീഡേഴ്സ് മീറ്റ് 12-ന് ജില്ലയിൽ എത്താനിരിക്കെയാണ് രാജിവെച്ചതെന്നുമാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. എന്നാൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രാജി പിൻവലിക്കാനുള്ള ശ്രമവും തകൃതിയായി നടക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും ഗ്രൂപ്പ് യുദ്ധം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്.